എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ 11ാം ക്ലാസ്സിൻ്റെ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് 6ാം പാഠത്തിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. 6ാം പാഠത്തിൻ്റെ 1ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ പറഞ്ഞ ഹോംവർക്കുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ അധ്യാപകരിലൂടെ അത് എൻ്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ നിറഞ്ഞ സന്തോഷമായിരുന്നു. കാരണം എല്ലാ കൂട്ടുകാരും ഈശോയെ അറിയുവാനും ആരാധിക്കുവാനും ഈ വിശ്വാസ പരിശീലന കൂട്ടായ്മയിലൂടെ സാധിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അതിലെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹോംവർക്കുകളിൽ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം ഇനിയുള്ള എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടുകാരുമൊത്ത് ഓർഫനേജുകളിൽ പോയി എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും സാർ എന്ന് പറഞ്ഞ് ഒരു കുട്ടി എഴുതി അറിയിച്ചപ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്കുണ്ടായത്. നിങ്ങളെല്ലാവരും പറ്റുന്ന രീതികളിൽ നമ്മളുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഈ വിശ്വാസ പരിശീലന കളരിയെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാമോ? ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് ആരംഭിക്കാം. രക്ഷകനായ ഈശോയെ, എന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈശോയെ, ഇന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഈ പാഠത്തെയും ഈ പാഠഭാഗത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, രക്ഷകനായ അങ്ങയുടെ മാർഗം ഞങ്ങളിൽ ചൊരിയുവാനും അങ്ങയെപ്പോലെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. 6ാം പാഠത്തിൻ്റെ 1ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ എപ്പിസോഡിലെ കാര്യങ്ങളൊക്കെ പഠിച്ചോ? അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായിരുന്നു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ നിങ്ങൾ കണ്ടത്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ എന്താണ് വ്യക്തിത്വം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. എന്നാലും ആ പാഠത്തെ ഒന്ന് ചുരുക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മിടുക്കൻ പറഞ്ഞോ. ക്രിസ്തീയ ജീവിത ദർശനം നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ. വേറെ ആർക്കെങ്കിലും പറയാമോ രണ്ടാമത് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതെന്ന്? ക്രിസ്തീയ ജീവിത മനോഭാവം ദർശിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്രിസ്തീയ ജീവിത മനോഭാവം എന്ന് നമ്മൾ കണ്ടു. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടായിരുന്നോ? മിടുക്കൻ. ക്രിസ്തീയ ജീവിത ശൈലി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലൂടെ കണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലായി. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിത ദർശനത്തിന് പ്രധാനമായി എത്ര തലങ്ങളുണ്ടെന്നാണ് നമ്മൾ കണ്ടത്? 1 ആണോ? 2 അല്ല, എത്രയാണ്? 5 പ്രധാനപ്പെട്ട തലങ്ങളാണ് അല്ലേ? ക്രിസ്തീയ ജീവിത ദർശനത്തിന് പ്രധാനപ്പെട്ട 5 തലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. 1ാമത്തെ തലം എന്തായിരുന്നു? ദൈവദർശനം. 2 ആത്മദർശനം. 3 മനുഷ്യ ദർശനം. 4 എന്തായിരുന്നു? ലോകദർശനം. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ എന്തായിരുന്നു? മിടുക്കൻ, സ്വർഗീയ ദർശനം. ഇങ്ങനെ 5 ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയുന്നതും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനഃപ്പാടമാക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന ഈ പാഠത്തിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കഥ പറയാം. ഇത് കഥയാണ്. ഇതിലെ കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കാം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത കാര്യമായിരിക്കും. ഒരു കഥയാണ്. ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ജീവിച്ചിരുന്നു അല്ലേ? അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് ഈ രാജാക്കന്മാർ ഒരുപാട് വിവാഹം കഴിക്കുമായിരുന്നു അല്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ അത് പാടില്ലാത്തതാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് കഥയായിട്ട് എടുത്താൽ മതി. ആ രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും എന്ത് ചിരിക്കുന്നത്? അത് കഥയല്ലേ? ആ രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരുടെ പ്രത്യേകത ഞാൻ പറയാം. 1ാമത്തെ ഭാര്യ വളരെ സുന്ദരിയായിരുന്നു. രാജാവിന് ആ 1ാമത്തെ ഭാര്യയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. 2ാമത്തെ ഭാര്യയുടെ പ്രത്യേകത എന്തായിരുന്നു? ആ ഭാര്യയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. ഈ രാജാവ് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ കഴിവുള്ള 2ാമത്തെ ഭാര്യയോട് ചോദിക്കുമായിരുന്നു, ഓരോ സംശയങ്ങൾ ചോദിക്കാമായിരുന്നു. 3ാമത്തെ ഭാര്യയുടെ പ്രത്യേകത ഇതായിരുന്നു. ആ ഭാര്യയ്ക്ക് ഈ ഭർത്താവിന് അല്ലെങ്കിൽ രാജാവിനെ ഭരണകാര്യങ്ങളിലെല്ലാം സഹായിക്കാൻ പറ്റുമായിരുന്നു. നല്ല മിടുക്കിയായിരുന്നു. ഒരുപാട് കാര്യപ്രാപ്തിയുള്ള ഒരു ആളായിരുന്നു 3ാമത്തെ ഭാര്യ. മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, 4ാമത്തെ ഭാര്യ. ആ ഭാര്യയുടെ പ്രത്യേകത, കാര്യങ്ങളൊക്കെ അറിയാം ആ ഭാര്യയ്ക്ക്.
ആ ഭാര്യ കാണാൻ അത്ര സുന്ദരിയൊന്നുമല്ല, ഒരു സാധാരണ ഒരു വ്യക്തി. പക്ഷേ ഈ രാജാവിന് ഈ നാലാമത്തെ ഭാര്യനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, സാധാരണ ഒരു വ്യക്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ രാജാവ് ഭയങ്കര ധനികനായിരുന്നു, ഒരുപാട് ആഡംബരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ രാജാവിന് പെട്ടെന്നൊരു രോഗം പിടിപെടുകയാണ്. ഭയങ്കര അത്യാസന്ന നിലയിലായിപ്പോയി. ഒരുപാട് ഡോക്ടേഴ്സിനെ, അല്ലെങ്കിൽ അന്ന് ലഭ്യമായിരുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചു. പക്ഷേ ഈ രാജാവ് അടുത്ത ദിവസം മരിക്കുമെന്ന് ഉറപ്പായി. രാജാവിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? രാജാവ് പെട്ടെന്ന് രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് 4 ഭാര്യമാരുണ്ട്, ഈ 4 ഭാര്യമാരോട് ചോദിക്കാം. കാരണം മരിച്ചു കിടക്കുമ്പോൾ, മരിച്ച അവസ്ഥയിൽ എൻ്റെ കൂടെ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാകുമോ? എനിക്ക് തന്നെ മരിച്ചു പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, എനിക്കത് പേടിയാണ്. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ആ ഭാര്യമാരെ ഓരോരുത്തരായിട്ട് വിളിച്ചു. ആദ്യം തന്നെ 1ാമത്തെ ഭാര്യനെ വിളിച്ചു. ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, പക്ഷേ ആ ഭാര്യ പറഞ്ഞു, നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എനിക്ക് ഇനിയും ജീവിക്കണം, താങ്കൾ ധനികനൊക്കെയാണ്, പക്ഷേ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് താങ്കളുടെ കൂടെ വരാൻ വേണ്ടി പറ്റത്തില്ല, അത് നടക്കത്തില്ല. അങ്ങനെ ആകുമ്പോൾ 2ാമത്തെ ഭാര്യയോട് വിളിച്ചു. 2ാമത്തെ ഭാര്യയോട് ചോദിച്ചു, കാര്യമൊക്കെ ശരിയാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ താങ്കളെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അങ്ങ് തയ്യാറായിട്ടുണ്ട്, പക്ഷേ മരിക്കുമ്പോൾ എനിക്ക് താങ്കളുടെ കൂടെ വരാൻ വേണ്ടി സാധിക്കില്ല, അത് മാത്രം പറയരുത്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 3ാമത്തെ ഭാര്യനെ വിളിച്ചു, ഈ രാജാവ് വിളിച്ചു. മരിക്കുമ്പോൾ എൻ്റെ കൂടെ വരാമോ? എനിക്ക് പേടിയാണ്, എൻ്റെ കൂടെ മരിക്കുമ്പോൾ വരാമോ എന്ന് ചോദിച്ചു. ആ ഭാര്യ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങേ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ കഴിവുകളൊക്കെ ഞാൻ അങ്ങേക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മരിക്കുമ്പോൾ കൂടെ വരാൻ മാത്രം പറയരുത്, അത് പറ്റില്ല, എനിക്ക് ഇതിന് ശേഷവും ജീവിക്കണം, മരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് 4ാമത്തെ ഭാര്യ ഓടി വന്നു. 4ാമത്തെ ഭാര്യനെ ഈ രാജാവിന് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ആ ഭാര്യ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയോട് കൂടി വരാം, അങ്ങയോട് കൂടി മരിക്കാം, എനിക്ക് മരിക്കുന്നതിൽ പേടിയൊന്നുമില്ല, കാര്യം അങ്ങേക്ക് എന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങയോട് കൂടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. നിങ്ങൾക്കെല്ലാവർക്കും, ഞാനടക്കമുള്ള എല്ലാ വ്യക്തികൾക്കും 4 ഭാര്യമാരുണ്ട്. പേടിയായോ? 1ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മളുടെ വെൽത്താണ്, നമ്മളുടെ സമ്പാദ്യമാണ്. അതിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, 1ാമത്തെ ഭാര്യയെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ 1ാമത്തെ ഭാര്യ നമ്മളുടെ കൂടെ ഉണ്ടാവത്തില്ല. 2ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളാണ്, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ധനസമ്പാദനം നിങ്ങളുടെ കഴിവുകളാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മളുടെ കൂടെ മരിക്കുമ്പോൾ ഉണ്ടാകത്തില്ല. 3ാമത്തെ നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സമ്പാദ്യമുള്ളപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും, പക്ഷെ മരിക്കുമ്പോൾ ഇതൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവാണ്, നിങ്ങളുടെ മനസ്സാക്ഷിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ആർക്കും ഇതിനെ ഒട്ടും ഇഷ്ടമുണ്ടാകത്തില്ല. നമ്മളുടെ മനസ്സാക്ഷി നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും, പക്ഷെ നമ്മൾക്ക് ആർക്കും ഇഷ്ടമുണ്ടാകത്തില്ല. കാരണം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സാക്ഷി ഒന്നും കൂടെ നമ്മളോട് ചോദിക്കും, അല്ലേ, ഇത് വേണോ? അതുകൊണ്ട് നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാകത്തില്ല. പക്ഷെ വിശ്വസിച്ചേ മതിയാകൂ, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ മറ്റെന്തെങ്കിലും ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവായിരിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയായിരിക്കും, നിങ്ങളുടെ നന്മ പ്രവർത്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീയ മനസ്സാക്ഷിയെക്കുറിച്ചാണ്. എല്ലാവരും തയ്യാറാണോ? എന്താണ് ക്രിസ്തീയ മനസ്സാക്ഷി എന്ന് കാണാൻ വേണ്ടി എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മറ്റൊരാളോട് നമ്മൾ ചോദിച്ചിരിക്കും, അല്ലേ? ആരോടാ? കൂട്ടുകാരോടാ? അധ്യാപകരോടാ? ആരാ? ഫേസ്ബുക്കിനോടോ? അല്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കും, അത് നമ്മളുടെ മനസ്സാക്ഷിയാണ്, അല്ലേ? ആ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് നമ്മൾ മറ്റൊരു തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാറുള്ളൂ. മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കുക. മനസ്സാക്ഷി ശുദ്ധമെങ്കിൽ നിങ്ങൾ ധീരരാണ്. മനസ്സാക്ഷിയുടെ സ്വരം എപ്പോഴും ശ്രവിക്കുക, കാരണം മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ധീരരാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാഷ്ട്രീയക്കാരുടെ മധ്യസ്ഥൻ ആരാണെന്ന് 4ാമത്തെ പാഠത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ രാഷ്ട്രീയക്കാരുടെ മധ്യസ്ഥൻ? മിടുക്കി, തോമസ് മൂർ, അല്ലേ? ഈ തോമസ് മൂറിന്റെ ഒരു കഥ നമുക്ക് കേൾക്കാം. ഈ തോമസ് മൂർ 16ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി 8ാമന്റെ ചാൻസലറായിരുന്നു. ഉറച്ച ദൈവവിശ്വാസിയായിരുന്നു. താൻ സ്വന്തമാക്കിയ ക്രിസ്തീയ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ് മൂർ. ഒരിക്കൽ ഇദ്ദേഹം അറിയാൻ സാധിച്ചു, അദ്ദേഹത്തിൻ്റെ രാജാവായിരുന്ന ഹെൻറി 8ാമൻ തൻ്റെ ഭാര്യയായ കാതറിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി ആനിബോളിൻ എന്ന സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് ഇദ്ദേഹം അറിയുകയാണ്. സഭ അതിനെ എതിർത്തു, കാരണം സഭയിൽ അത് പറ്റില്ലാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ പേരിൽ കത്തോലിക്കരായിരുന്ന രാജാവ് കത്തോലിക്ക സഭയിൽ നിന്ന് പിണങ്ങിപ്പോവുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ ചാൻസലറായിരുന്ന തോമസ് മൂറും അദ്ദേഹത്തെ എതിർക്കുകയുണ്ടായി.
കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ട തോമസ് മൂറും അദ്ദേഹത്തെ എതിർത്തു. കാരണം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഇത് തെറ്റായ കാര്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ തോമസ് മൂറിൻ്റെ ഒരു കഥ നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ, സ്വന്തം മനസാക്ഷി അനുസരിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മളോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. മനസാക്ഷി എന്ന് പറയുന്നത് ആന്തരികമായ ഒരു സ്വരമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭ ആധുനിക ലോകത്ത് എന്ന പ്രമാണരേഖയുടെ 16-ാം ഖണ്ഡികയെ ആസ്പദമാക്കി മനസാക്ഷിയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശദമായി പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: മനുഷ്യ മനസ്സ് നന്മയെ സ്നേഹിക്കുകയും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ്. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന ആന്തരിക പ്രചോദനം എല്ലാ വ്യക്തികളിലും ജന്മസിദ്ധമാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന ആന്തരിക സ്വരം അത് എന്നിലും നിങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപക്ഷെ പലതവണ പല അവസരങ്ങളിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, കോപ്പി അടിക്കുന്നത് നല്ലതാണോ? കോപ്പി അടിക്കാൻ പാടുണ്ടോ? പക്ഷെ പല കൂട്ടുകാരും കോപ്പി അടിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ ഒരു പ്രചോദനമാകത്തില്ലേ? കോപ്പി അടിച്ചാൽ നല്ല മാർക്ക് കിട്ടും, കോപ്പി അടിച്ചില്ലേ മാർക്ക് കിട്ടും, നല്ലതാണോ? കോപ്പി അടിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരും, ഒരു ആന്തരിക സ്വരം, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്മയുടെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുമ്പോഴാണ് മനസാക്ഷി ശുദ്ധമാകുന്നത്. മനസാക്ഷിയിൽ നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളോട് ആഹ്വാനം ചെയ്തത്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അത് നന്മയുടെ വഴിയാണെന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നു, അപ്പോഴാണ് നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്യുന്നത്. മനസാക്ഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. മനുഷ്യ ജീവിതത്തിൽ മനസാക്ഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മനസാക്ഷി മുഖേനയാണ് അവൻ ദൈവിക നിയമങ്ങൾ അനുസരിച്ചുള്ള കടമകൾ കണ്ടറിഞ്ഞ് അംഗീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും മനുഷ്യ മനസാക്ഷിയെ അനുസരിക്കുവാൻ മനുഷ്യന് കടമയുണ്ട് എന്ന് തന്നെയാണ് അത് പറയുന്നത്. തന്മൂലം മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്നതിന് ആരെയും നിർബന്ധിച്ചുകൂടാ. സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാതെ മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് ആരെയും നിർബന്ധിച്ചുകൂടാ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആരെയും തടസ്സപ്പെടുത്താനും ആകില്ല. മനസാക്ഷിയുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായി രൂപീകരിക്കണം. സിദ്ധിച്ചിട്ടില്ലാത്ത മനസാക്ഷി എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാനിടയുണ്ട്. കാരണം ഒരുപാട് കാര്യത്തിൽ നമുക്ക് അറിവില്ലായ്മയുണ്ട്, അല്ലേ? ആ സമയത്ത് പലപ്പോഴും മനസാക്ഷി നമുക്ക് തെറ്റിപ്പോകാനിടയുണ്ട്. ആ സമയത്ത് ശരിയായ മനസാക്ഷി രൂപീകരണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് വിവിധ തരം മനസാക്ഷികളെക്കുറിച്ച് കാണാം. ഒരുപാട് മനസാക്ഷികൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ബുക്കുകളെടുത്ത് ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? മനസാക്ഷിയെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പലതായി തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഒന്നാമതായി മനസാക്ഷിയെ തരംതിരിക്കാൻ വേണ്ടി പോകുന്നത് പാപകരമായ മനസാക്ഷിയെക്കുറിച്ചാണ്. പാപകരമായ മനസാക്ഷി, പലപ്പോഴും നമ്മൾ പാപം ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത്, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത സമയത്ത് പോലും പാപത്തിൽ വഴുതി പോകുന്ന അവസരം നമുക്കുണ്ടാകും. പക്ഷേ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾക്ക് പാപമോചനത്തിനായി കുമ്പസാരിച്ച് നമ്മളുടെ പാപങ്ങളെയൊക്കെ നമ്മൾ മായ്ച്ചു കളയാറുണ്ടല്ലേ? പാപകരമായ മനസാക്ഷി എന്ന് പറയുന്നത് താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യുന്നവൻ്റെ മനസാക്ഷിയാണ്. താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോപ്പി അടിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നിട്ടും കോപ്പി അടിക്കാനുള്ള എൻ്റെ മനസാക്ഷി, ആ പ്രവണത, അതാണ് പാപകരമായ മനസാക്ഷി. ഒരിക്കലും പാപകരമായ മനസാക്ഷി നമ്മൾ കാത്തു സൂക്ഷിക്കരുത്. പാപം ചെയ്യുവാനുള്ള പ്രവണതയുണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ച് അതിനെ മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ എഴുതിയെടുത്ത രണ്ടാമത്തെ മനസാക്ഷി എന്താണ്? അത് ചഞ്ചല മനസാക്ഷിയാണ്. ചഞ്ചല മനസാക്ഷി എന്താ? ചഞ്ചല മനസാക്ഷി തെറ്റേത് ശരിയേത് എന്ന് നിശ്ചയിക്കാനാവാതെ പലപ്പോഴും തീരുമാനം എടുക്കുന്നവരുണ്ടല്ലേ? ചിലപ്പോഴും തീരുമാനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതാണ് ചഞ്ചല മനസാക്ഷി. ഒരുപക്ഷെ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതു വഴിക്ക് പോകണം എന്ന് അറിയാതെ പലപ്പോഴും പകച്ചു നിൽക്കാറുണ്ട്. തെറ്റേതാണ് ശരിയേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ, ചഞ്ചല മനസാക്ഷി അല്ലേ? മൂന്നാമത്തെ മനസാക്ഷി ഒന്ന് നോട്ട് ചെയ്യാവോ? അതിതാണ് സംശയ മനസാക്ഷി. സംശയ മനസാക്ഷി എന്താണ്? നോക്കിക്കേ, പാപമില്ലാഞ്ഞിടത്തും അല്ലെങ്കിൽ പാപമില്ലാത്ത അവസ്ഥയിലും പാപമുണ്ടെന്ന് കരുതി പ്രവർത്തിക്കുകയും നിസ്സാര തെറ്റുകൾ പോലും വലിയ കുറ്റങ്ങളായി കാണുകയും ചെയ്യുന്നവർ സംശയ മനസാക്ഷിയുടെ ഉടമയാണ്.
പലപ്പോഴും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഒരുപാട് ടെൻഷൻ അനുഭവിക്കാറുണ്ട്, ഒരുപാട് വേദനകൾ അനുഭവിക്കാറുണ്ട്. ഞാൻ ചെയ്തത് തെറ്റിപ്പോയോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മറ്റുള്ളവർക്ക് വിഷമങ്ങളുണ്ടായോ, ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണോ ഞാൻ ചെയ്തതെന്നൊക്കെ ഒരു സംശയത്തിൻ്റെ മനസാക്ഷി നിങ്ങൾക്കുണ്ടാകാറുണ്ട് അല്ലേ. മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്, നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പം ആദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം അല്ലേ. ഈ അവസരത്തിലാണ് സംശയത്തിൻ്റെ മനസാക്ഷി ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചറിയുന്നത്. നാലാമത്തെ മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ കാണാം. അതിതാണ് ലാഘവ മനസാക്ഷി. സാറ് പല സ്ഥലങ്ങളും ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. പലപ്പോഴും പല കുട്ടികളുടെയും ചിന്താഗതി ഭയങ്കര ലാഘവമായിട്ടുള്ള ചിന്താഗതിയാണ്. ഇതൊക്കെ എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല, എനിക്കിതൊക്കെ വെറും ചെറുതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ്, ഇതൊന്നും വലിയ കാര്യങ്ങളേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ലാഘവ മനസാക്ഷി എന്ന് വെച്ചാൽ വലിയ തെറ്റുകളെ വളരെ നിസ്സാരമായി കാണുകയും ചെറിയ തെറ്റുകളെ തെറ്റുകളല്ലെന്ന് കരുതുകയും ചെയ്യുന്ന മനസാക്ഷിയാണ് ലാഘവ മനസാക്ഷി. ഇതേ ക്ലാസ്സിൽ ഇതേ ചോദ്യം പണ്ട് മറ്റൊരു വേദപാഠ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു. നിങ്ങളോട് ചോദിച്ച അതേ ചോദ്യം അല്ലേ. കൂട്ടുകാരെ, കോപ്പി അടിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, സാറേ അതിലെന്താ തെറ്റുള്ളത്? ഒരുപാട് കൂട്ടുകാർ കോപ്പി അടിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ കോപ്പി അടിക്കുന്ന എത്രയോ കുട്ടികളെ എനിക്കറിയാം. ഞാനും ഇടയ്ക്ക് കോപ്പിയൊക്കെ അടിക്കാറുണ്ട്. ഇതിലെന്താ സാറേ തെറ്റുള്ളത്? അതൊരു വലിയ തെറ്റാണോ? അല്ലെങ്കിൽ പാവം ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ തെറ്റായിട്ട് ഞാനിതിനെ കാണുന്നില്ല. എന്ത് മനസാക്ഷിയാണ്? ലാഘവ മനസാക്ഷി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പല സമയങ്ങളിലും നമ്മളുടെ മനസ്സിലേക്ക് നമ്മളൊരു തെറ്റിലേക്ക് വീണു പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ ലാഘവ മനസാക്ഷിയാണ് കാണുന്നത്. ഇതൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, എനിക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങളൊരു കാര്യം ഓർക്കണം, പാപം അത് ഒരിക്കലും നന്മയാകുന്നില്ല. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപം ചെയ്താൽ അത് പാപത്തിൽ തുടരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ കുമ്പസാരിച്ച് മാത്രമേ നമുക്ക് ആ പാപത്തിൽ നിന്നും വിമുക്തി നേടാൻ സാധിക്കത്തുള്ളൂ. പാപം ചെയ്യുന്നത് പാപം അല്ലാതായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ലാഘവ മനസാക്ഷി നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അഞ്ചാമതായി സാറ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന മനസാക്ഷി ഉത്തമ മനസാക്ഷിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. എന്തായിരിക്കും ഉത്തമ മനസാക്ഷി? എല്ലാ ക്രിസ്ത്യാനിയും, എല്ലാ വ്യക്തികളും, ജാതി മതഭേദമന്യേ എല്ലാ വ്യക്തികളും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട മനസാക്ഷിയാണ് ഏത്? ഉത്തമ മനസാക്ഷി. എന്താ ഉത്തമ മനസാക്ഷി നമുക്ക് നോക്കിയാലോ, എഴുതിയെടുത്തോ. പറഞ്ഞ എല്ലാ മനസാക്ഷിയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനും നമ്മെ സഹായിക്കുന്ന മനസാക്ഷിയാണ് ഉത്തമ മനസാക്ഷി. മനസ്സിലായോ? അപ്പോൾ ഉത്തമ മനസാക്ഷിയെക്കുറിച്ച് ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. എന്താണ്? മേൽപ്പറഞ്ഞവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ മനസാക്ഷി. മേൽപ്പറഞ്ഞ മനസാക്ഷികളൊന്നും നമ്മൾ ഫോളോ ചെയ്യാറില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ആ മനസാക്ഷിയിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായ എല്ലാ കാര്യങ്ങളിലും വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനും നമ്മെ സഹായിക്കുന്ന മനസാക്ഷിയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വസ്തുനിഷ്ഠമായി നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉത്തേജിപ്പിക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന ഉത്തമ മനസാക്ഷിയിലായിരിക്കണം നാം ഇനി മുതൽ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി മുതൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കൂടെ എന്നും ആയിരിക്കുന്ന, സാർ ആദ്യത്തെ കഥയിൽ സൂചിപ്പിച്ചതുപോലെ, മരിച്ചാലും നമ്മളുടെ കൂടെ ജീവിക്കുന്ന, നമ്മളായി ജീവിക്കുന്ന, നമ്മൾ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന നന്മ പ്രവർത്തികൾ അത് നമ്മളുടെ മനസാക്ഷി അനുസരിച്ച്, ഉത്തമ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ലോകത്തിലെ അറിയപ്പെടുന്ന മറ്റൊരു ക്രിസ്തുവായി മദർ തെരേസയെ പോലെ നമ്മൾക്ക് ഏവർക്കും മാറുവാൻ വേണ്ടി സാധിക്കുന്നത്. ഉത്തമ മനസാക്ഷി രൂപീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരുപാട് പേര് ഈ ലോകത്തുണ്ടല്ലേ. ക്രിസ്ത്യാനികൾ തന്നെ എത്രയോ വ്യക്തികളുണ്ട്, അതിന് പുറമെ മറ്റു മതസ്ഥരായ എത്രയോ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കുമ്പോൾ ഈ ഉത്തമ മനസാക്ഷിയിൽ ഞാൻ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. നന്മയെ സ്നേഹിക്കുമ്പോഴും തിന്മയെ പലപ്പോഴും കൂടെ കൊണ്ടുവരുമ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. തിന്മയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പ്രകൃതിയിലുള്ള പാപത്തിൻ്റെ സ്വാധീനം മൂലം തിന്മ ചെയ്യാൻ പ്രേരിതനാകപ്പെടുകയാണ് മനുഷ്യൻ. പലപ്പോഴും തിന്മ നന്മ പോലെ തന്നെ ഈ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രേരണയിൽ വീണു പോകുകയാണ്. ഈ അവസരത്തിൽ
ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും മികച്ച രീതിയിൽ ഉത്തമ മനസാക്ഷി രൂപീകരണം നടത്തിയ വ്യക്തികൾക്ക് മാത്രമേ, നടത്തിയ ഉത്തമ വ്യക്തിത്വ രൂപീകരണത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയുവാനും അതുമൂലം നല്ല വ്യക്തികളായിട്ട് ജീവിക്കുവാനും സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അവസരത്തിൽ നമ്മളുടെ മനസാക്ഷിയെ ഒരിക്കൽ കൂടി പുനർവിചിന്തനം നടത്തുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. ഏത് തരത്തിലുള്ള മനസാക്ഷിയാണ് എന്നിലുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഉത്തമമായ മനസാക്ഷി രൂപീകരിക്കാത്ത എല്ലാ കൂട്ടുകാരും നന്മയെയും തിന്മയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തമ മനസാക്ഷിക്ക് ഉടമകളായി മാറുവാൻ വേണ്ടി നമുക്ക് ഈ ക്ലാസ്സിൽ പ്രതിജ്ഞ ചെയ്യാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം. ഈശോയുടെ വചനം നമുക്ക് ഒന്ന് ആവർത്തിക്കാം. ഈ ക്ലാസ്സിൽ സാർ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യങ്ങളാണ്. ഒന്ന് എഴുതിയെടുക്കുക, മനസ്സിൽ ഉച്ചരിക്കുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം നീ ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. ഇതാണ് വഴി, ഇതിലേ പോകുക. ഉത്തമ മനസാക്ഷിയുള്ള നല്ല കുട്ടികളായി മാറുവാൻ വേണ്ടി നമുക്ക് ഈ ക്ലാസ്സിൽ പ്രതിജ്ഞയെടുക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കണ്ണുകളടച്ചേ. സ്നേഹനിധിയായ ഈശോയെ, നന്മ ഏതെന്നും തിന്മ ഏതെന്നും തിരിച്ചറിയുവാൻ, മനസാക്ഷിയെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ വളരണമെന്ന് ഇന്നത്തെ ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് കാണാൻ അവസരം ലഭിച്ചു. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല വ്യക്തികളായി മനസാക്ഷി രൂപീകരണത്തിലൂടെ നാടിനും നാട്ടുകാർക്കും ഏറ്റവും മികച്ച നല്ല ക്രിസ്ത്യാനിയായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, മറ്റൊരു ക്രിസ്തുവായി ലോകത്തിന് പ്രകാശമായി മാറുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.